ബോറോട്ടോയുടെയും സാരഥയുടെയും സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലുക്കുട്ടിപ്പൂച്ച. കോനോഹാഗകുരെ ഗ്രാമം പതിയെ മാറിക്കൊണ്ടിരുന്നു. പുതിയ തലമുറയുടെ കാലം തുടങ്ങിയിരുന്നു. നരൂട്ടോ ഹൊക്കാഗെയായി നാടിനെ നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ബോറുട്ടോ ഉസുമാഗിയെയും ഉച്ചിഹ ക്ലാനിലെ പ്രതിനിധിയായ സാരഥയെയും ഗ്രാമം വലിയ പ്രതീക്ഷകളോടെ നോക്കുകയായിരുന്നു. ബോറുട്ടോയും സാരഥയും ഒരേ ടീമിൽ ചേർന്നതുമുതൽ അവർ തമ്മിലുള്ള ബന്ധം വളരെ വൈവിധ്യമാർന്നതായിരുന്നു. തുടക്കത്തിൽ ബോറുട്ടോ അഹങ്കാരപരവശനായിരുന്നു. പിതാവിന്റെ മറവിൽ സ്വന്തം സ്ഥാനം കണ്ടെത്താൻ അവൻ പൊരുതുകയായിരുന്നു. മറുവശത്ത് സാരഥ സമ്പൂർണമായും വികാരങ്ങൾ കുളിർമയോടെ നിയന്ത്രിക്കുന്നവളായിരുന്നു. ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിശീലനം. അതുകൊണ്ടാണ് അവർ ആദ്യം പൊരുത്തപ്പെടാത്തത്. ക്ലാസിൽ, മിഷനുകളിൽ തർക്കങ്ങൾ, അഭിപ്രായഭിന്നതകൾ എല്ലാം പതിവായിരുന്നു. പക്ഷേ അവർക്കുണ്ടായിരുന്ന ഒരു ഒത്തുള്ളതുണ്ട്. ഇരുവരും സ്വന്തം പാതയിൽ ആത്മാർത്ഥമായി മുന്നോട്ടു പോവാൻ ഒരു വലിയ സംഭവം ബോറുട്ടോയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ജിഗൻ എന്ന ശക്തനായ വിരുദ്ധനുമായി നടന്ന പോരാട്ടത്തിൽ അവൻ തന്റെ അതിരുകൾ ഒത്തിരി പരീക്ഷിച്ചു. ആ സമയത്ത് സാരഥയും അവരുടെ ടീമും എളുപ്പത്തിൽ പിൻവാങ്ങാമായിരുന്നു. പക്ഷേ അവളില്ല. സാരഥ അവന്റെ പക്കൽ നിന്നു അവനെ തളരുമ്പോൾ പിടിച്ചു നിലനിർത്തി. അവളൊരിക്കൽ ചോദിച്ചു, "നിന്റെ കൂടെ നിന്ന് പോരാടാൻ എനിക്ക് കാരണം വേണോ?" ബോറുട്ടോ നോക്കി പറഞ്ഞു, "അല്ല, പക്ഷേ എനിക്കായിരിക്കും കാരണം. നീ പിന്നിൽ നിന്നില്ലെങ്കിൽ ഞാൻ തളരും." അത് സാരഥയ്ക്ക് ആദ്യമായിട്ടാണ് അവനെ അങ്ങനെ നോക്കുന്നത്. ഒരു കുട്ടിയെപ്പോലെ അല്ല, മറിച്ച് ഒരാളെ പോലെ. അതിനു പിന്നിൽ ധാരാളം നിശബ്ദതയും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. അവരുടെ മിഷനുകൾക്കിടയിൽ ജീവിതം മാറുകയായിരുന്നു. അവരുടെയെല്ലാം പരിശീലനം പൂർത്തിയായപ്പോഴാണ് സാരഥയെ ഒരു പ്രത്യേക ടീമിലേക്ക് മാറ്റിയത്. ക്ലോഡ് ഗ്രാമത്തിലേക്കുള്ള ദൗത്യം. അവർ യാത്രയാകുമ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ യാത്രയുള്ള ദിവസം ഹൊക്കാഗെ റെസിഡൻസിന് പുറത്ത് ബോറുട്ടോ കാത്തുനിന്നിരുന്നു. സാരഥ വന്നപ്പോൾ അവൻ ഒന്നും പറഞ്ഞില്ല. അവളും പറയില്ല. അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, "നിന്റെ വഴി നീ പോയിക്കോ.